ജയ്പൂരിൽ നമ്മൾ എടുത്ത റൂമാണ് കേട്ടോ. റൂമിൻ്റെ ഏരിയ ഞങ്ങളുടെ റൂമും ഞങ്ങളുടെ വീടിൻ്റെ ഒരേപോലത്തെ ഒരു ഇത് തോന്നുന്നു. ജയ്പൂർ വന്നിട്ട് ജയ്പൂരല്ല, രാജസ്ഥാൻ വന്നിട്ട് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. റിക്ഷയിൽ പോകണം. ഇത് ലോക്കൽ റിക്ഷയാണ്. ഞങ്ങൾ പോവാം. സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ബിർള മന്ദിർ പോവാണ്. നമ്മുടെ ബിർള മന്ദിർ ഇത് വൈറ്റ് മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലക്ഷ്മി നാരായൺ ടെമ്പിൾ എന്നും ഇതിനെ പറയും. നമ്മളതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് ടൈം. ഇതിൻ്റെ പ്രത്യേകത ഫുൾ മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബിർള മന്ദിർ പോകുന്ന സമയത്ത് ഇത് അടുത്തായിട്ട് കുറേ ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ടെമ്പിളാണ്. നിയർ ബൈ ഒരു ഗണപതി ടെമ്പിൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഗണപതിനെ കാണാൻ പോകും. മോദി ദുർഗ് അതാണ് ഇതിൻ്റെ ടെമ്പിളിൻ്റെ പേര് കേട്ടോ. യാത്രയൊക്കെ നമ്മൾ കുറച്ച് റിക്ഷയിലൊക്കെ ആക്കി കേട്ടോ. ആദ്യത്തെ നമ്മൾ ലോക്കൽ രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഇതാണ് കേട്ടോ, പത്രിക ഗേറ്റ്. ഇത് 2016 ഇത് പണി കഴിപ്പിച്ചത്. രാജസ്ഥാൻ്റെ എന്താ പറയുക, ട്രഡീഷണലും അല്ലെങ്കിൽ അവരുടെ കൾച്ചറലുമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ആരാ അതൊന്നുമല്ല കണ്ടോ. ഇത് ഫുള്ള് അവിടുത്തെ പെയിൻറ്റിങ്സും ജയ്പൂരിലെ അവരുടെ പെയിൻറ്റിങ്സും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. അവിടെ കളർ ഇതാ പിങ്ക് കളർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സർക്കിൾ പാർക്കാണ് കേട്ടോ ഇത്. ഇവിടുത്തെ കളർ ഇതിൻ്റെ അടുത്ത് തന്നെയാന്ന് തോന്നുന്നു എയർപോർട്ടല്ലേ. തന്നെ പിങ്ക്, ഗ്രീൻ, ഗോൾഡൻ, ബ്ലൂ അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവരുടെ ഓരോ ഫോട്ടോ, രാജസ്ഥാൻ്റെ തനതായ ഓരോ ചിത്രകലകളും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയാവുന്ന ഏട്ടന്? ഇവിടെ പത്രിക ഗേറ്റിൽ വന്നില്ലേ? എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറ. പത്രിക ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സർക്കിൾ പാർക്കാണിത്. അതാണ് ഈ കാണുന്നത്. ഇത് 2016 പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ, പിങ്ക് കളർ, പിന്നെ ഗോൾഡൻ കളർ, ഗ്രീൻ കളറൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ കളേഴ്സൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജയ്പൂരിലെ അവരുടെ ആർട്ടും അവരുടെ കൾച്ചറും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഇവിടാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഓടാനും നടക്കാനും ഒക്കെ വന്നിട്ടുണ്ട്.
നല്ലതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വാ, വരുന്നില്ലേ? ഇവിടെ എല്ലാം ഫുൾ ഇപ്പോൾ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വലിയൊരു മാർക്കറ്റിംഗ് ആയെന്നാ തോന്നുന്നത്. ക്ലീൻ ആക്കുന്നതുണ്ടോ? കരിക്കൊക്കെ കുടിച്ചു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, രാവിലെ കൂളാക്കാം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പോഹയാണ്, പോഹ. സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എന്തായാലും ഒരു പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവർ പറഞ്ഞത്? ചോളാച്ചും അങ്ങനെ ഉണ്ടടാ. ഞാൻ ടൊമാറ്റോ അല്ലേ ചോദിച്ചത്, ഫുള്ളാ ചോദിച്ചത്. ഓക്കെ, ഫോട്ടോസ്